ഹലോ ഗൈസ്, ബിഗ് ബോസ് പുത്തൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന മെയിനായിട്ട് നമ്മുടെ റെനയെ പൊരിക്കുന്ന നൂറയെ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നൂറ കുറേയൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ എപ്പിസോഡുകളിൽ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇരുന്നെങ്കിലും ഇപ്പോൾ ദാ പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറിയാണല്ലേ. നമ്മുടെ നെവിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചത് തുടങ്ങി ഇങ്ങോട്ട് ഇങ്ങനെ മാലപ്പടക്കം പോലെ കത്തിക്കേറുകയാണ് നമ്മുടെ ആദിലയും നൂറ കേട്ടോ. ഇന്ന് നമ്മുടെ റെനയ്ക്കിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അതിലെല്ലാവരും തന്നെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം റെന അത്രയ്ക്കും വൃത്തികേടായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചത്. നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ബോയ് ഫ്രണ്ടിനെ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് ഷെയർ ചെയ്യോ എന്ന് നമ്മുടെ റെന നമ്മുടെ നൂറയുടെ അടുത്ത് ചോദിച്ചത്രേ. അതിന്റെ പേരിൽ നമ്മുടെ നൂറയും ആദിലയും കൂടെ നമ്മുടെ പുതിയ എന്താ പറയുക, റെനയുടെ കൂട്ടുകാർ തന്നെ മസ്താനിയും ബിന്നിയും എല്ലാവരും തന്നെ റെനയ്ക്ക് എതിരായിട്ട് അവിടെ സംസാരിക്കാനുണ്ടായിട്ട് ഇവരുടെ ഒപ്പം നമ്മുടെ നൂറയ്ക്കും ആദിലയ്ക്കും ഒപ്പം ഇവരും നമ്മുടെ റെനയ്ക്കെതിരെ സംസാരിക്കാനുണ്ടായി എന്നുള്ളതാണ് അതിലും വലുത്. നമ്മുടെ റെന ഭയങ്കര തരം താഴ്ന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ. ആള് ഭയങ്കര ചെറുതാണെങ്കിൽ, പ്രായത്തിൽ ഭയങ്കര ചെറുതാണെങ്കിൽ കൂടിയും വായിന്ന് വന്നത് ഭയങ്കര ആറ്റം ബോംബുകളായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ജിസേലിനെയും മനുവിനെയും ജയിലിൽ പിടിച്ചിടുന്നത്, ജയിലിലോട്ട് ആക്കുന്നത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഓൾറെഡി. അങ്ങനെ തന്നെ ക്യാപ്റ്റന് നമ്മുടെ ശരത്തിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് അവരെ ഈ ജയിലിൽ അടക്കാൻ. അങ്ങനെ ജയിലിൽ അടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സീൻ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആര്യൻ പിന്നെ നമ്മുടെ ജിസേലിനെ പറഞ്ഞ് ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുവാണല്ലോ. അപ്പൊ ജിസേലിനെ വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ അനുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യൻ, നിനക്കെന്തോ ഞാൻ ഇവളുടെ അടുത്ത് സംസാരിക്കണം, ഇവളെ കൊഞ്ചിക്കുന്നതിന് നിനക്ക് അസൂയാണോ, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തരം താഴ്ന്ന ഒരു വർത്താനം നമ്മുടെ ആര്യനും പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ആര്യൻ അനുമോൾ അങ്ങോട്ട് വിട്ട് കളയുക. ബോധമില്ലാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ അല്ലെ കൂട്ടുകാരെ. അങ്ങനത്തെ കിടിലൻ രംഗങ്ങൾ തന്നെയാണെന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റെനയെ പൊരിക്കുന്ന നൂറ, അതായിരുന്നു ഇന്നത്തെ പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് കേട്ടോ. കാത്തിരുന്നതിനെ കാണട്ടോ. അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.